അമ്മച്ചി ഈ ഒരു ഇതിൽ നിന്നിങ്ങനെ അടിച്ചടിച്ച് തല്ലിച്ചതച്ച് ഈ കാണുന്ന തേന ഇങ്ങനെ വേർതിരിച്ച് ഒരു ഭാഗത്തേക്ക് കൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചി ചാന്ന് വെക്കുന്നുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ കഴിഞ്ഞ യാത്രയിൽ കൂർമ ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ശേഷം ഏറെ ദൂരെ സഞ്ചരിച്ച് നമ്മൾ ഒഡീഷയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ആന്ധ്രാപ്രദേശിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഒരുപാട് ഗ്രാമക്കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റായിട്ട് നിർത്തിയത് കൂർമ ഗ്രാമത്തിലായിരുന്നു. കൂർമ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 200 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒഡീഷയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യ ഒഡീഷ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം കാക്രിഗുമ്മ എന്ന ഒരു മനോഹരമായ ഒരു സ്ഥലത്താണ്. ഇവിടെ നമ്മളെ സഹായിക്കാനായിട്ട് ഒരു ഫാദറുണ്ട്. ഇടുക്കിക്കാരനായ ഫാദറാണ്, എൻ്റെ നാട്ടുകാരനാണ്. അച്ഛൻ്റെ പേര് ഫാദർ സിലു സെബാസ്റ്റ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ അദ്ദേഹമാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് വീഡിയോ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്തത് അദ്ദേഹമാണ്. അച്ഛൻ ഇന്ന് തിരക്കായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് ഗൈഡായിട്ട് 1-2 ആൾക്കാരെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് 2 പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇടതുഭാഗത്തേക്കുന്നത് പങ്കജ് എന്ന് പറഞ്ഞ ആളാണ്, അതോടൊപ്പം തന്നെ എൻ്റെ വലതുഭാഗത്തേക്കുന്നത് പ്രകാശ് എന്ന് പറഞ്ഞ ഒരാളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കൊജുരിപ്പൂട്ട് എന്നാണ്. ഇവിടെ ഒരു ആദിവാസി ഗോത്ര സമുദായക്കാർ താമസിക്കുന്ന ഇടമാണ്. ഇവരൊക്കെ ആ ഗോത്ര സമുദായത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. നമ്മളിന്ന് കാണാനും പോകുന്നത് ഇവരുടെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ്. അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനിൽ സാറിനും അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കുമൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1 ബൈ ബിബ്രോ സ്റ്റോറീസ്. നമ്മളങ്ങനെ ഈ ഊരിലൂടെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു അമ്മച്ചി എന്ന് പറഞ്ഞാൽ നല്ല പ്രായമുള്ള ഒരു അമ്മച്ചിയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, നല്ല പ്രായമുള്ള ഒരു അമ്മച്ചി ഇവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് ധാന്യങ്ങൾ തല്ലി ചതയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ധാന്യമാണ് അവർ തല്ലി ചതയ്ക്കുന്നത്. ഇതിൻ്റെ പേര് മില്ലറ്റ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറുധാന്യങ്ങളിൽ പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. തേനയാണ്, തേന. നമ്മൾ പല ആദിവാസി ഊരുകളിലൊക്കെ പോകുമ്പോഴത്തേനും ഇതിൻ്റെ കൃഷിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഊരിലും ഇവർ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് തേനയാണ്. അപ്പോൾ ഈ തേന കണ്ടോ, ഇതിൽ നിന്നിങ്ങനെ വേർതിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അമ്മച്ചി ഈ ഒരു ഇതിൽ നിന്നിങ്ങനെ അടിച്ചടിച്ച് തല്ലിച്ചതച്ച് ഈ കാണുന്ന തേന ഇങ്ങനെ വേർതിരിച്ച് ഒരു ഭാഗത്തേക്ക് കൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചി ചാന്ന് വെക്കുന്നുണ്ട്. അത് നമ്മളെ അല്ല കേട്ടോ, അത് കോഴീനെ ഓടിക്കുന്നതാണ്. അമ്മച്ചിയോട് 1-2 കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ നടക്കില്ല എന്നുള്ള സത്യം നമുക്കറിയാം. കാരണം ഇവരുടെ ഭാഷ കുയി എന്ന് പറയുന്ന ഒരു ഗോത്ര ഭാഷയാണ്. അത് നമുക്കറിയില്ല. പിന്നെ കുറേ ആൾക്കാർക്ക് ഒഡിയ സംസാരിക്കാൻ അറിയാം. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ആൾക്കാർക്ക് ഹിന്ദി അറിയാം, ഒഡിയ അറിയാം, കുയി അറിയാം. അതായത് ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഉൾപ്പെടെ അവർക്ക് 3-4 ലാംഗ്വേജ് അവർക്കറിയാം. പക്ഷേ അമ്മച്ചിമാർക്കൊക്കെ എന്തായാലും ഇവരുടെ ലോക്കൽ ലാംഗ്വേജ് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അമ്മച്ചി എന്തായാലും അമ്മച്ചിയുടെ പണികൾ തുടരട്ടെ. നമുക്കിനി ഇവരുടെ ഊരിലൂടെ നടന്ന് ബാക്കി എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നമുക്കൊന്ന് പോയി കണ്ടുവരാം. അതോടൊപ്പം തന്നെ വേറൊരു അമ്മച്ചിയും എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവനെന്താണോ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് എന്നായിരിക്കും. പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തൽക്കാലം അമ്മച്ചിയോട് നന്ദി മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അമ്മ ഓക്കെ, നമസ്കാരം. അങ്ങനെ ഈ ഗ്രാമത്തിലെ ഒരു വീടിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഓരോ ഗ്രാമങ്ങൾ സന്ദർശിക്കുമ്പോഴും അവരുടെ തനതായിട്ടുള്ള ഒരു വീട്ടിലൊക്കെ കയറി അവിടുത്തെ കാഴ്ചകൾ കാണണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് അവരുടെ സഹായത്താൽ നമുക്ക് ഇതിനുള്ളിലേക്ക് കയറാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ചിത്രീകരിക്കാനും സഹായകരമായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ വീടിനുള്ളിലേക്കൊന്ന് കയറാം. എന്തൊക്കെയാണ് ഈ വീടിനുള്ളിലെ കാഴ്ചകളൊക്കെ എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ വീടിനുള്ളിലേക്ക് കയറുമ്പോഴത്തേനും ശ്രദ്ധിക്കുക,
തല കുനിഞ്ഞിട്ട് വേണം കയറാനായിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതുപോലത്തെ വീടുകളിലൊക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേനും വാതിലിന് വളരെ പൊക്കം കുറവായിരിക്കും. ഇവിടെ ഇങ്ങനെ കുറച്ചൊരു ഉയർന്ന പ്രദേശത്താണ് വീടിൻ്റെ അകത്തെ ഒരു മുറി സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്തേക്ക് കയറുമ്പോഴത്തേനും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഭാഗത്ത് അടുക്കളയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ യാത്രകളിലൊക്കെ നമ്മൾ പാർവതിപുരം പോയ സമയത്തൊക്കെ അവിടുത്തെ ആദിവാസി ഗോത്ര സമുദായങ്ങൾ താമസിക്കുന്ന വീടിനുള്ളിലേക്കൊക്കെ പ്രവേശിച്ചിരുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് അടുക്കള, ഒരു പ്രധാന മുറി, ആ മുറിയിൽ ഒരു കട്ടിൽ ഉപയോഗിച്ച് കിടക്കുന്നു. ഒരു ഭാഗത്ത് ഇങ്ങനെ അഴ കെട്ടിയിട്ടുണ്ട്, അഴയിൽ തുണിയൊക്കെ ഇട്ടിരിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ മുറിയിലൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ഒരാൾക്ക് മാത്രമേ ഈ കട്ടിലിൽ കിടക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇവിടെ ബാക്കി ഭാഗത്തൊക്കെ ആയിരിക്കും നിലത്ത് പാവിരിച്ചിട്ടൊക്കെ ആയിരിക്കും ബാക്കിയുള്ള ആൾക്കാരൊക്കെ കിടക്കുന്നത്. പ്രായമായ ആൾക്കാരൊക്കെ ആയിരിക്കും ഈ കട്ടിലിൽ കിടക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഹാങ്ങറുണ്ട്, ഹാങ്ങറിൽ കുറേ ഡ്രസ്സൊക്കെ തൂക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഷെൽഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതവരെ ചെറിയ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികളുടെ ബുക്സ് ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് അവരുടെ സാധനങ്ങളൊക്കെ എന്തൊക്കെയോ മുകളിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ ഷെൽഫ് നമുക്ക് കാണാൻ സാധിക്കും. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറേ ഭാഗങ്ങൾ തടി വെറുതെ വെച്ചിരിക്കുകയാണ് അടുക്കി. അതുകൂടാതെ മുളയുണ്ട്, കുറച്ച് ഭാഗങ്ങളിലൊക്കെ മുള അടുക്കിയിട്ടുണ്ട്. മുളയുടെ നടുവിലേക്കായിട്ട് കുറച്ച് മണ്ണുണ്ട്. ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളിലേക്കൊക്കെ കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലത്തെ മുള കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന തട്ടുകളായിരിക്കും നമ്മൾ കാണുക. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ വീടുകളുടെ ചുമരുകളൊക്കെ നോക്കുകയാണെങ്കിൽ മണ്ണ് കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുമരുകൾ നിർമ്മിച്ചിരിക്കുന്നതും മണ്ണ് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇത് തേച്ച് മിനുസപ്പെടുത്താൻ വേണ്ടിയിട്ട് മണ്ണ് ഉപയോഗിച്ചതിന് ശേഷം അവർ കരി ഉപയോഗിക്കുന്നുണ്ട്. കരിയുടെ കുറേ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നശിച്ചു. ഇപ്പോൾ മണ്ണ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വീടുകൾ ഭാവിയിൽ കാണില്ല. കാരണം പുതിയ കോൺക്രീറ്റ് വീടുകളൊക്കെ ഈ ഗ്രാമത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിലും സംസ്ഥാന സർക്കാരിൻ്റെ സ്കീമുകളൊക്കെ വെച്ച് ഇവർക്ക് പുതിയ വീടുകളൊക്കെ പണിത് തുടങ്ങിയിട്ടുണ്ട്. കുറേ പുതിയ വീടുകളൊക്കെ നമുക്ക് സമീപത്ത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പഴയ വീടുകളെന്ന് പറയാനായിട്ട് അധികം വീടുകളില്ല, കുറച്ച് വീടുകളേ ഉള്ളൂ. ഇവർക്കും ഇനി 2-3 വർഷം കഴിയുമ്പോഴത്തേനും ഈ വീടൊക്കെ മാറി ഇവിടെ നല്ല കോൺക്രീറ്റ് വീടുകളൊക്കെ വരുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു സമയം വന്നുകൊണ്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു. ഇനിയിപ്പോൾ ഈ വീടിൻ്റെ തറയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സിമെൻ്റാണ് ഇട്ടിരിക്കുന്നത്. സിമെൻ്റ് ആണെങ്കിലും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഒന്നും നടത്താത്തതുകൊണ്ടായിരിക്കണം അത് ഇപ്പം അത്ര ഭംഗിയായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. ഇനിയിപ്പോൾ പുതിയ വീടൊക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കണം അവരിത് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഒന്നും നടത്താതെ വെച്ചിരിക്കുന്നത്. പാർവതിപുരത്ത് കണ്ട സമാനമായ ഒരു കാഴ്ചയും കൂടെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഉരലുണ്ട്. ഉരലിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ഇവിടുത്തെ നെല്ല് കുത്തിയെടുക്കാനായിട്ടാണ് അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ചെറുധാന്യങ്ങളൊക്കെ കുത്തിയെടുക്കാനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അത് വീടിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗോത്ര സമുദായക്കാർ താമസിക്കുന്ന ഒരുപാട് ഗ്രാമങ്ങൾ, അല്ലാത്ത ഗ്രാമങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രാമത്തിൽ എത്തിയപ്പോഴത്തേനും നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച എന്ന് പറയുന്നത് വളരെ വൃത്തിയായിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവരുടെ വീടിൻ്റെ പരിസരങ്ങളാണെങ്കിലും അവർ നടന്നു വരുന്ന വഴിയാണെങ്കിലും വീടിന് ഉൾവശമാണെങ്കിലും നമുക്കിവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ ഭംഗിയായിട്ട് അടുക്കിയാണ് ഓരോ കാര്യങ്ങൾ അവർ വെച്ചിരിക്കുന്നത്. ഒന്നും അലങ്കോലമായിട്ട് അവർ ഇട്ടിരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അവർ താമസിക്കുന്ന ഇടമാണെങ്കിലും അടുക്കളയാണെങ്കിലും വീടിൻ്റെ മുൻവശമാണെങ്കിലും പുറകുവശമാണെങ്കിലും എല്ലാം വളരെ ക്ലീനായിട്ടാണ് അവരിവിടെ സൂക്ഷിക്കുന്നത്. അതൊക്കെ നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷകരമായി നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ചയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഗോത്ര സമുദായക്കാർ താമസിക്കുന്ന ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന്. അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഇതുപോലെ തന്നെ വളരെ വൃത്തിയുള്ള ഗ്രാമങ്ങളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ വിചാരിച്ചാൽ, അതായത് ഒരു ഗ്രാമം വിചാരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ആ ഒരു ഗ്രാമം വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കും എന്നതിനുള്ള തെളിവാണ് നമ്മളിങ്ങനെയുള്ള ഗ്രാമങ്ങൾ സന്ദർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആദിവാസി ഊരുകൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഓരോരുത്തരും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവിടെ ഇവർ ദരിദ്രരാണ്, അല്ലെങ്കിൽ ഇവരുടെ വീടുകൾ ചെറുതാണ്, അധികം ഭംഗിയുള്ള വീടുകളൊന്നും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ വൃത്തി എന്ന ഒരു കാര്യത്തിൽ വളരെ നിഷ്കർഷയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഇവരുടെ അടുക്കള. ഒരു ഭാഗത്ത് അടുക്കള ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു ഭാഗത്താണ് അവരുടെ അടുക്കള. ഇവിടെ വെളിച്ചമൊന്നുമില്ല, പ്രത്യേകിച്ച് ബൾബൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചാണകം മെഴുകിയിട്ടുള്ള അടുക്കളയാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ചാണകവും മണ്ണൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു അടുപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് കലങ്ങൾ മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുള്ളൂ. ഒരു ഭാഗത്ത് ഇവരുടെ ധാന്യങ്ങളൊക്കെ ഇവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അടുക്കളയും ധാന്യപ്പുരയുമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് ധാന്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു, ഈ ഒരു ഭാഗത്തായിട്ട് അടുക്കളയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഗ്രാമത്തിലെ ഒരു വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ. നമ്മളങ്ങനെ ഗ്രാമത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്ന് ഇവരുടെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മലയുടെ താഴ്വാരത്തിലാണ്.
അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ സമീപത്തായിട്ട് മലയുടെ താഴ്വാരത്തായിട്ടാണ് ഇവരുടെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഒരു വലിയ പാറ അല്ലെങ്കിൽ ഒരു ഗുഹ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് പ്രകൃതിദത്തമായുള്ള ഒരു ഗുഹ തന്നെയാണ്. ഈ ഒരു ഗുഹയ്ക്കുള്ളിലാണ് ഇതൊരു ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മേൽനോട്ടം അല്ലെങ്കിൽ ഇതിൻ്റെ നടത്തിപ്പ് നമ്മൾ ഈ കണ്ട ഗ്രാമത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. അവിടുത്തെ ഒരു പൂജാരി വന്നിട്ടാണ് രാവിലെ പൂജകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. ശിവലിംഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഗ്രാമക്കാരുടെ ആരാധന മൂർത്തിയും ശിവൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ കൂടെ വന്ന സുഹൃത്തുക്കൾ പറഞ്ഞത് ഫെബ്രുവരി മാസത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. അന്ന് ഈ ഗ്രാമത്തിൽ നിന്ന് മാത്രമല്ല ഇതിനോട് ചുറ്റപ്പെട്ട പല ദേശങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് എല്ലാ ഗോത്ര സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ആ സമയത്ത് ഉത്സവം കൂടാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ഇടം ഒഡീഷയാണ്. ഒഡീഷയിലുള്ള കാക്കാരിഗുമ എന്നൊരു പ്രദേശത്താണ് നമ്മളുള്ളത്. ഈ ഒരു പ്രദേശം ഒഡീഷ സംസ്ഥാനത്തിൻ്റെ തെക്കൻ ഭാഗത്താണ് ഉള്ളത്. ഈ പ്രദേശത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കേരളത്തിലെ ഇടുക്കിയോ അല്ലെങ്കിൽ വയനാടോ പോലെ മലനിരകൾ കൊണ്ട് സമൃദ്ധമായൊരിടമാണ്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലായതുകൊണ്ട് തന്നെ ഈ ഭാഗം ഏറെ തണുപ്പുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുമാത്രമല്ല ഈ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രദേശത്ത് ധാരാളം മൈനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഖനികൾ, ധാരാളം ധാതു നിക്ഷേപമുള്ള പ്രദേശം കൂടിയാണ്. അലൂമിനിയം നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ബോക്സൈറ്റ് പോലുള്ള ധാതുക്കൾ സമൃദ്ധമാണ് ഈ പ്രദേശം. അതുമാത്രമല്ല ഇവിടെ ധാരാളം കരിങ്കൽ ക്വാറികളുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പ്രദേശത്തിൻ്റെ പേര് കാക്കരിഗുമ എന്ന് പറഞ്ഞല്ലോ. ഈ കാക്കരി എന്നുള്ള വാക്ക് ഒഡീഷയിൽ മഞ്ഞ് എന്നാണ്. അതെ, ആ പേരിന് അന്വർത്ഥമാക്കുന്ന വിധമാണ് ഈ പ്രദേശത്തെ കാലാവസ്ഥ. ഈ പ്രദേശത്ത് നല്ല തണുപ്പുള്ള സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ മഞ്ഞ് പെയ്യും. താപനില -3 ആകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അവസാനം നമ്മൾ ആ കൂർമ ഗ്രാമത്തിലെ വിശേഷങ്ങളൊക്കെയാണല്ലോ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നത്. ആ ഒരു കൂർമ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ഏറെ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഈ ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം 180ഓളം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ്. അങ്ങനെ കൂർമ വില്ലേജിൽ നിന്ന് നമ്മൾ ഈ ഒരു പ്രദേശത്തേക്ക് വരുന്ന വഴി നമ്മൾ പരിചയപ്പെട്ട ആ പാർവതിപുരമൊക്കെ കടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പഴയ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് സതീഷ് മാഷും അദ്ദേഹത്തിൻ്റെ ലയൺസ് സ്കൂളും മറ്റു വിശേഷങ്ങളുമൊക്കെ. അങ്ങനെ നമ്മൾ പാർവതിപുരമൊക്കെ കടന്ന് പിന്നെയും ഒരു 100 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഈ കക്കാരിഗുമ്മയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നപ്പോൾ നമ്മൾക്കൊരു ആതിഥേയൻ ഇവിടെയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബിബിൻ, നേരത്തെ സൂചിപ്പിച്ചതാണ്, ഫാദർ സിലു സെബാസ്റ്റ്യൻ. അദ്ദേഹം ഇവിടുത്തെ ഒരു ഇടവക വികാരിയാണ്. അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഇടത്താണ് അദ്ദേഹം നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള താമസമൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഒറീസയിലെ കക്കരിഗുമ്മയിൽ എത്തിച്ചേർന്നത് രാത്രിയേറെ വൈകിയാണ്. അങ്ങനെ വളരെ തണുപ്പുള്ള ഒരു പ്രഭാതത്തിലേക്കാണ് നമ്മൾ ഉറക്കമുണർന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് നല്ല തണുപ്പ് തന്നെയായിരുന്നു അതിരാവിലെ. അങ്ങനെ നമ്മൾ അതിരാവിലെ തന്നെ കുളിച്ചൊരുങ്ങി. പിന്നീട് സിലു അച്ഛൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം നമ്മൾ എത്തിച്ചേർന്ന ഈ ഗ്രാമത്തിൽ 2 സുഹൃത്തുക്കളെ നമ്മൾക്ക് സഹായത്തിനായിട്ട് ഏർപ്പാട് ചെയ്തു തന്നിരുന്നു. അവരെ നമ്മൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടി. അവരുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഗോത്ര ഗ്രാമത്തിലെ ഈ 2 യുവാക്കൾ വളരെ വിദ്യാഭ്യാസം ആർജിച്ച ആൾക്കാരാണ് കേട്ടോ. ഒരാൾ സോഷ്യോളജിയിൽ PG എടുത്ത ആളും മറ്റേ ആൾ ഒഡീഷ സാഹിത്യത്തിൽ ഡിഗ്രി എടുത്ത ആളുമാണ്. നിർഭാഗ്യവശാൽ ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അവർക്ക് 2 പേർക്കും ഇതുവരെ സ്ഥിരമായൊരു ജോലിയൊന്നും ആയിട്ടില്ല എന്നതാണ് ദുഃഖിപ്പിക്കുന്ന മറ്റൊരു സത്യം. അങ്ങനെ അച്ഛൻ ഏർപ്പെടുത്തി തന്ന ഈ 2 സഹായികളും വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ട് തന്നെ അവർക്ക് ഹിന്ദി വശമുള്ളത് കൊണ്ടും നമ്മൾക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായി. അവരോട് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. അങ്ങനെയാണ് ഈ ഊരിലെ കാഴ്ചകളൊക്കെ നമ്മൾ ഇത്ര അനായാസമായിട്ട് കാണുന്നത്. എന്നാൽ നമുക്കിനി ഈ ഗ്രാമത്തെ ഒന്ന് പരിചയപ്പെടാം. ഈ ഗ്രാമത്തിൻ്റെ പേര് ഖാജൂരി പുട്ടെന്നാണ്. ഇത് ദക്ഷിണ ഒറീസയിലെ ഒരു ഗോത്രവർഗ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഗോത്രവർഗക്കാരുടെ പേര് ഖോണ്ട് എന്നാണ്. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഗ്രാമം പഴമയുടെയും പുതുമയുടെയും ഒക്കെ ഒരു സംയോജനമാണ്. പഴയകാല വീടുകൾ ഇവിടെ കാണാം. അതുമാത്രമല്ല സർക്കാർ സ്കീമിൽ പണിതിട്ടുള്ള കോൺക്രീറ്റ് വീടുകളും ഈ ഗ്രാമത്തിൽ കാണാവുന്നതാണ്. പഴയ കാലത്തൊക്കെ ഈ ഗ്രാമത്തിൽ പുല്ലുമേഞ്ഞ വീടുകളായിരുന്നു ഏറെയും. ഇപ്പോൾ അതൊക്കെ മാറി. അതുമാത്രമല്ല ഈ ഗ്രാമത്തിലേക്കുള്ള റോഡ് അതിമനോഹരമായിട്ടാണ് പണിതിരിക്കുന്നത്. ഈ ഒരു ഗ്രാമത്തിലേക്ക് റോഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു വലിയ മല തന്നെ തുരന്നാണ് ഈ റോഡ് പണിതിരിക്കുന്നത്.
ആദ്യകാലങ്ങളിലൊക്കെ ഈ ഒരു താമസിക്കുന്ന ഈ ഇടത്തേക്ക് റോഡ് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഈ ഖോണ്ട് ഗോത്രവർഗ്ഗക്കാർ കാടുകളിലൂടെയൊക്കെ നടന്നിട്ടാണ് അവരുടെ ഈ വാസസ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരുന്നത്. ഇതൊരു അതിമനോഹരമായ ഒരു മലയോര ഗ്രാമമാണ്. നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള മലനിരകൾ തന്നെയാണ്. ഗ്രാമത്തിന് ചുറ്റുമൊക്കെ വനപ്രദേശങ്ങൾ തന്നെയാണ്. പക്ഷേ വനപ്രദേശമാണെങ്കിൽ പോലും ഇവിടെ അങ്ങനെ ചെറിയ വന്യമൃഗങ്ങൾ മാത്രമാണ് ഉള്ളത്. അതായത് കുറുക്കൻ, പന്നി മുതലായവ. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ള ഈ ഗ്രാമം എന്തുകൊണ്ടും വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ ഒരു ഓരത്തായിട്ട് ഈ ഗ്രാമീണരുടെ കൃഷിസ്ഥലമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കൃഷിയിടങ്ങളിൽ അവർ പ്രധാനമായിട്ടും നെല്ലും അതോടൊപ്പം തന്നെ ചെറുധാന്യങ്ങളുമാണ് കൃഷി ചെയ്തു വരുന്നത്. ഇനി നമ്മൾക്ക് ഈ ഗ്രാമത്തിൽ അധിവസിക്കുന്ന ഖോണ്ട് എന്ന ഗോത്ര വിഭാഗക്കാരെ ഒന്ന് പരിചയപ്പെടാം. ഈ ഖോണ്ട് ഗോത്ര വിഭാഗക്കാർ പ്രധാനമായിട്ടും ഒഡീഷ സംസ്ഥാനത്താണുള്ളത്. ഒറീസ സംസ്ഥാനത്ത് മാത്രമല്ല ഇവരുള്ളത്. ഇവർ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും പിന്നെ ബംഗാളിലുമൊക്കെ ഉണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഇവരുടെ ജനസംഖ്യയുള്ളത് ഒഡീഷ സംസ്ഥാനത്താണ്. അതും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്താണ്, അതായത് ഒഡീഷയുടെ ഖണ്ഡമാൽ ജില്ലയിലാണ്. ഇവിടെ ഏകദേശം 8 ലക്ഷത്തോളം ഖോണ്ട് ഗോത്രവിഭാഗക്കാരുണ്ടെന്നാണ് കണക്ക്. അത് ഈ ജില്ലയുടെ ഏകദേശം 55% വരും. ഈ ഖോണ്ട് ഗോത്രവിഭാഗക്കാർ മറ്റ് ആദിവാസികളെ പോലെ തന്നെ പഴയകാലത്ത് കാടുകളിൽ വേട്ടയാടിയൊക്കെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. പിന്നീട് ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് അവർ കൃഷിയിലേക്കൊക്കെ തിരിഞ്ഞത്. തുടക്കത്തിൽ അവരുടെ കൃഷിരീതികൾ പ്രധാനമായിട്ടും കാട്ടിലെ ഒരു ഭാഗത്ത് തീയിട്ട് ആ ഭാഗം തെളിച്ചെടുത്തതിന് ശേഷമാണ് അവർ കൃഷി ചെയ്തിരുന്നത്. പിന്നീട് ആ രീതിയൊക്കെ മാറി. അവർക്ക് സ്വന്തമായി കൃഷിയിടങ്ങളൊക്കെ ഉണ്ടായി. ആ കൃഷിയിടങ്ങളിലാണ് ഇപ്പോൾ അവർ കൃഷി ചെയ്തു വരുന്നത്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഒഡീഷ സംസ്ഥാനത്തായതുകൊണ്ട് ഇവരുടെ ഭാഷ ഒഡിയ ആയിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇവർക്ക് ഇവരുടേതായൊരു ഭാഷയുണ്ട്. അതിൻ്റെ പേരാണ് കുയി, പിന്നെ കുവി. ഈ 2 ഭാഷയിലാണ് ഈ ഗോത്ര വിഭാഗക്കാർ തമ്മിൽ സംസാരിക്കുന്നതും മറ്റുമൊക്കെ. എന്നാലും ഒഡീഷയിലെ മറ്റ് ജനവിഭാഗങ്ങളുമായിട്ടുള്ള സംസർഗം മൂലം അവർക്ക് ഒഡിയ ഭാഷയും നന്നായി മനസ്സിലാകും. പിന്നെ പഴയകാല ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1846 ഈ ഗോത്ര വിഭാഗക്കാർ ബ്രിട്ടീഷുകാരുമായിട്ടൊരു വലിയ ലഹളയൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ബ്രിട്ടീഷുകാർ ഈ ഭാഗത്തേക്ക് കടന്നു കയറി വരികയും ഈ ഗോത്രവിഭാഗക്കാരുടെ അവകാശങ്ങളൊക്കെ ഹനിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടായിരുന്നു ആ ലഹള. ഈ ഗോത്രവിഭാഗക്കാർ അന്ന് ബ്രിട്ടീഷുകാരുമായി നടത്തിയിട്ടുള്ള ആ ഒരു ലഹളയുടെ സ്മരണാർത്ഥമാണ് ഖോണ്ട് ഗോത്രവിഭാഗക്കാരുടെ പേരിനോട് സാമ്യമുള്ള ഖണ്ഡമാൽ എന്ന പേര് ഈ ജില്ലയ്ക്ക് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇനി ഖോണ്ട് ഗോത്രവിഭാഗക്കാരുടെ കുടുംബജീവിതം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുവെ ഇവരുടേതൊരു ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ കൂടിയും ചിലയിടങ്ങളിൽ അല്ലെങ്കിൽ ഇവരുടെ ചില ഗ്രാമങ്ങളിലൊക്കെ ജോയിൻറ്റ് ഫാമിലി അല്ലെങ്കിൽ കൂട്ടുകുടുംബ സമ്പ്രദായവും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഖോണ്ട് ഗോത്രവിഭാഗക്കാർ അവരുടെ സ്ത്രീകൾക്ക് തുല്യ പരിഗണനയാണ് നൽകുന്നത്. എല്ലാ കാര്യങ്ങളിലും പുരുഷനോടൊപ്പം തന്നെയാണ് സ്ത്രീകളുടെയും സ്ഥാനമൊക്കെ. അത് നമുക്ക് ഈ ഗ്രാമത്തിലെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പുരുഷനോടൊപ്പം തോളോട് തോൾ ചേർന്നിട്ടാണ് സ്ത്രീകളും ഇവിടെ പണിയെടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതും. ഖോണ്ട് ഗോത്രവിഭാഗക്കാർ വളരെ ധൈര്യശാലികൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിലേക്ക് ഈ ഖോണ്ട് വംശജരെ ധാരാളം റിക്രൂട്ട് ചെയ്തു വന്നിരുന്നു. 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലുമൊക്കെ ഖോണ്ട് ഗോത്രവിഭാഗക്കാർ ബ്രിട്ടീഷ് പട്ടാളത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്നു. അതുമാത്രമല്ല ഒഡീഷ സംസ്ഥാനത്തെ പോലീസ് സേനയിലും ഖോണ്ട് ഗോത്ര വംശജർ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഖോണ്ട് ഗോത്രവിഭാഗക്കാരുടെ വിവാഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ താമസിക്കുന്ന ഗ്രാമത്തിന് പുറത്തു നിന്നാണ് വധുവിനെയോ അല്ലെങ്കിൽ വരനെയോ തേടുക. പക്ഷേ അത് ഖോണ്ട് ഗോത്രത്തിൽ നിന്ന് തന്നെ ആയിരിക്കും. അതുമാത്രമല്ല, നമ്മളിവിടെ വന്നപ്പോൾ സിലുവച്ചൻ നമ്മളോട് സൂചിപ്പിച്ച ചില കാര്യങ്ങളും കൂടെ പറയാം. പഴയ കാലങ്ങളിലൊക്കെ ഒരു ചന്തയിലോ അല്ലെങ്കിൽ ഒരു വഴിയരികിലോ വെച്ചിട്ടൊക്കെ ഈ ഗോത്രത്തിലെ ഒരു പെൺകുട്ടിയെ ഇതേ ഗോത്രത്തിൽപ്പെട്ട ഒരു പുരുഷൻ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ അവളെ ബലമായി കയ്യിൽ പിടിച്ചുകൊണ്ടുപോയി കല്യാണം കഴിച്ചിരുന്ന ഒരു കാലം പണ്ടുണ്ടായിരുന്നു. ഖോണ്ട് വംശജരുടെ ഇടയിൽ പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു പരമ്പരാഗതമായിട്ടുള്ളൊരു വിവാഹമൊന്നും നിലവിലില്ല എന്നാണ് നമ്മളുടെ ഗൈഡായിട്ട് വന്ന 2 യുവാക്കളോട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത്. വളരെ ലളിതമായ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ വിവാഹങ്ങളൊക്കെ നടക്കുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ട ആ ഗുഹാക്ഷേത്രമുണ്ടല്ലോ, അവിടെ വെച്ചിട്ടാണ് ഈ ഗ്രാമത്തിലെ വിവാഹങ്ങളൊക്കെ നടക്കുന്നത്. ഏതാണ്ട് 90% ഖോണ്ട് ഗോത്ര വംശജരൊക്കെ ഹിന്ദുമത വിശ്വാസികളാണ്. അവരുടെ പ്രധാന ആരാധനാമൂർത്തി ശിവനുമാണ്. ആദ്യകാലങ്ങളിൽ ഈ ഗോത്രവിഭാഗക്കാർ മലകളെയും നദികളെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെയാണ് ആരാധിച്ചിരുന്നത്. പിന്നീട് കാലക്രമത്തിലാണ് ഇവർ ഹിന്ദുമത വിശ്വാസത്തിലേക്ക് എത്തപ്പെട്ടത്. ഖോണ്ട് ഗോത്ര വംശജരുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ മറ്റ് ഹിന്ദു വിഭാഗങ്ങൾ ചെയ്യുന്നത് പോലെ മൃദുശരീരം ചിതയൊരുക്കി ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രാമത്തിലെ കൃഷിയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും വിട്ടുപോയൊരു കാര്യം നിങ്ങളോട് പറയാം. അതെന്താണെന്ന് വെച്ചാൽ അവർ കൃഷി ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അവരിവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്ന അരിയും ചെറുധാന്യങ്ങളുമൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടിയും ഇവരുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചം വരുന്ന ധാന്യങ്ങൾ മാത്രമാണ് അവർ പൊതുമാർക്കറ്റിൽ കൊണ്ടുപോയി
വിൽക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഇവരുടെ കൃഷിരീതികളൊക്കെ പരമ്പരാഗത രീതിയിൽ തന്നെയാണ് നടന്നു വരുന്നത്. യാതൊരു ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളൊന്നും തന്നെ കൃഷിക്ക് വേണ്ടി അവർ ഉപയോഗിച്ച് നമ്മൾ കണ്ടില്ല. ഇനി നമ്മളിവിടെ കണ്ട ഖോണ്ട് വംശജരുടെ വസ്ത്രധാരണ രീതിയെപ്പറ്റി പറയാം. സ്ത്രീകളാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പാരമ്പര്യം മുറുകെ പിടിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടത്. സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി വളരെ ലളിതമാണ്. ഇവിടെയുള്ള പ്രായമായ സ്ത്രീകളാരും തന്നെ ബ്ലൗസ് ധരിച്ച് നമ്മൾ കണ്ടില്ല. പകരം അവരൊരു ചേല കുറുകെ തോളത്ത് കെട്ടുന്നതാണ് നമ്മൾ കണ്ടത്. അതുമാത്രമല്ല, ഭംഗിയുള്ള ആഭരണങ്ങളൊക്കെ അവർ ധരിക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രധാന ആഭരണം മൂക്കിൽ പിടിപ്പിക്കുന്ന ഒരു റിങ്ങാണ്. അത് നമ്മൾ ആന്ധ്രാപ്രദേശിൽ നേരത്തെ കണ്ട ജാദാപു ഗോത്ര വിഭാഗത്തിലെ സ്ത്രീകൾ ധരിക്കുന്നതുമായിട്ടൊക്കെ സാമ്യമുള്ളതാണ്. അതേപോലെ തന്നെ കയ്യിലും കാതിലും കഴുത്തിലുമൊക്കെ അവർ ആഭരണങ്ങൾ ധരിക്കുന്നുണ്ട്. നമ്മൾ കണ്ടപ്പോൾ പ്രായമായ സ്ത്രീകളൊക്കെ കൈ നിറയെ വളകൾ ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇതൊക്കെ കൂടാതെ വളരെ സാമൂഹ്യ പ്രസക്തമായൊരു കാര്യം കൂടി ഇതിനിടയിലുണ്ട്. ഒഡീഷയുടെ ഈ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ നക്സലൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാന പ്രഭവ കേന്ദ്രം കൂടിയാണ്. ആ ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ ശക്തമായി മുന്നോട്ട് വരുന്നതിന് ചില സാമൂഹ്യ പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഈ പ്രദേശം ഒരുപാട് ധാതു നിക്ഷേപങ്ങൾ കൊണ്ട് സമൃദ്ധമായൊരു പ്രദേശമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ധാരാളം ഖനികൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൽ പ്രധാനമായിരുന്നു ഇംഗ്ലണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു വേദാന്ത മൈനിങ് കമ്പനി. ഈ വേദാന്ത മൈനിങ് കമ്പനി ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയതിന് ശേഷം ഈ മലനിരകളുടെ താഴ്വാരങ്ങളിലും ഓരങ്ങളിലുമൊക്കെ പരമ്പരാഗതമായിട്ട് പാർത്തു വന്നിരുന്ന ഖോണ്ട് വംശജരെയൊക്കെ അവിടെ നിന്നൊക്കെ കുടിയിറക്കുകയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, വളരെ വ്യാപകമായിട്ടുള്ള ബോക്സൈറ്റ് മൈനിങ് കാരണം ഈ സമീപ പ്രദേശങ്ങളിലെ കാലാവസ്ഥയും വെള്ളവുമൊക്കെ വളരെ മലിനമായ ഒരു അവസ്ഥയുണ്ടായി. ഇതിനെതിരെയൊക്കെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഒരുപാട് പ്രചരണങ്ങളൊക്കെ അക്കാലത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ചില ഷോർട്ട് ഫിലിംസ് ഒക്കെ നിർമ്മിക്കുകയും അതൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വ്യാപകമായിട്ട് പ്രദർശിപ്പിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെ ഈ വേദാന്ത മൈനിങ് കമ്പനിക്കെതിരെ ഒരു വലിയ മൂവ്മെൻറ്റ് തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഈ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ മൂലം ഖോണ്ട് ഗോത്ര വിഭാഗക്കാരുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ലോകം അറിയുകയുണ്ടായി. അതിൻ്റെ ഫലമായി ഒഡീഷ സർക്കാർ വേദാന്ത കമ്പനിയുടെ മൈനിങ് ഇവിടെ നിന്ന് നിരോധിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം വേദാന്ത കമ്പനി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അവിടെയും അവർക്ക് വിജയിക്കാനായില്ല. സുപ്രീം കോടതി ഒഡീഷ സർക്കാരിൻ്റെ ആ തീരുമാനം ശരിവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒഡീഷയിലെ ഖണ്ഡമാൽ ജില്ലയിലുള്ള ഖോണ്ട് ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന ഖാജ്രിപൂട്ട് എന്ന ഗ്രാമത്തിൽ നമ്മൾ കണ്ട കാഴ്ചകളും വിശേഷങ്ങളും. അങ്ങനെ നമ്മൾ ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്ത് മറ്റൊരു കാഴ്ച കാണാൻ സാധിച്ചത്, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ചേട്ടന്മാരും ഒരമ്മച്ചിയും ഇവിടെ നെല്ല് പേറ്റുന്ന കാഴ്ച കാണാൻ സാധിക്കും. ആദ്യം ഇവർ ചെയ്യുന്നത് നെൽപ്പാടങ്ങളിൽ നിന്ന് നെല്ല് ചുമന്നുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വടിയുടെ രണ്ട് വശങ്ങളിലായിട്ട് കറ്റ കോർത്ത് കൃഷിയിടങ്ങളിൽ നിന്ന് തോളിൽ ചുമന്നുകൊണ്ടാണ് അവർ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ നെൽപ്പാടങ്ങളിൽ നിന്ന് കറ്റകൾ ഇവിടെ കൊണ്ട് ശേഖരിച്ച് വെച്ചതിന് ശേഷം ഒരു വലിയ കമ്പ് ഉപയോഗിച്ച് ആ കറ്റ അടിച്ച് അതിൽ നിന്ന് നെല്ല് വേർതിരിക്കും. അങ്ങനെ നെല്ല് വേർതിരിച്ച് കിടക്കുന്നതാണ് നമ്മൾ ഈ താഴെ കാണുന്നത്. പിന്നീട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ചേട്ടന്മാരും ഒരു അമ്മച്ചിയും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ രണ്ട് ചേട്ടന്മാർ മുറം ഉപയോഗിച്ച് ആ നെല്ലിനെ മുകളിൽ നിന്നിങ്ങനെ താഴേക്ക് കുടഞ്ഞിടുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെല്ലിൽ നിന്ന് പതിരും അല്ലെങ്കിൽ മറ്റ് അവശിഷ്ടങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് കുടഞ്ഞിടുന്നത്. അങ്ങനെ വെറുതെ കുടഞ്ഞിടാനും സാധിക്കില്ല. കാറ്റിനനുസരിച്ചിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അവരുടെ പിൻഭാഗത്തു നിന്ന് കാറ്റ് വീശുന്ന സമയത്ത് മാത്രമാണ് ഇവരിങ്ങനെ കുടയുന്നത്. അതുവരെ അവരിങ്ങനെ ഉയർത്തിപ്പിടിക്കും. അതിനുശേഷം അവർ കാറ്റ് വീശുന്ന സമയത്ത് ഇങ്ങനെ കുടഞ്ഞ് പതിര് അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റുകളൊക്കെ മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അമ്മച്ചി ഒരു ഭാഗത്തിരുന്ന് ഈ ഒരു നെല്ല്, അതായത് വേസ്റ്റൊക്കെ മാറ്റിയ നെല്ലുണ്ടല്ലോ, അതൊന്നും കൂടി അവർ പാറ്റുന്നുണ്ട്. മുറ ഉപയോഗിച്ചിട്ട് അമ്മച്ചി പാറ്റി അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വേസ്റ്റുകൾ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ അത് ചാക്കിൽ നിറച്ച് കെട്ടിവെക്കും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്, ഈ ഒരു ഭാഗത്ത് നടക്കുന്ന പ്രവൃത്തി. നമ്മൾ ഈ ഊരിലൂടെ നടക്കുന്ന സമയത്ത് മറ്റൊരു കാഴ്ച കാണാൻ സാധിച്ചത്, ഈ കാണുന്നത് ഇത് വീടുകളല്ല, ഇത് പശുക്കൾക്ക് വേണ്ടിയും ആടുകൾക്ക് വേണ്ടിയും അവർ നിർമ്മിച്ചിരിക്കുന്ന ഷെഡുകളാണ്. നമ്മൾ മിക്ക ആദിവാസി ഊരുകളിൽ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു തുറസായ സ്ഥലത്തായിരിക്കും ആടുമാടുകളെ അവർ കെട്ടുന്നത്, അതല്ലെങ്കിൽ അവരവരുടെ വീടുകളോട് ചേർന്നായിരിക്കും പശുക്കളെ അല്ലെങ്കിൽ ആടുകളെ കെട്ടുന്നത്. എന്നാൽ ഈ ഒരു ഗ്രാമത്തിൽ, നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു ആദിവാസി ഊരിൽ നമുക്ക് കാണാൻ സാധിച്ചത്, ഗ്രാമത്തിൽ നിന്ന് കുറച്ച് മാറി ഒരു പ്രത്യേക സ്ഥലം ഇവറ്റകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്.
നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓരോ ഷെഡുകൾ. ഇത് ഈ ഗ്രാമത്തിലുള്ള ഓരോ ആൾക്കാരുടെയും ഓരോ ഷെഡുകളാണ്. ഇങ്ങനെ വേർതിരിച്ച് ഓരോ ഷെഡുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കല്ലും മണ്ണും തടിയും ഓടും പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷീറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലം ഈ ഗ്രാമവാസികൾ ഒരു ഭാഗത്തായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ട ഈ ഗോത്ര സമുദായം താമസിക്കുന്ന ഗുജരപ്പൂട്ട് എന്ന ഈ ഒരു ആദിവാസി ഊരിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ കൂടെ പങ്കജും പ്രകാശും ഉണ്ടായിരുന്നുകൊണ്ട് ഇവരുടെ കൂടെ പോയി നടന്ന് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാനും സാധിച്ചു. ഇവരില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗ്രാമത്തിനുള്ളിലൂടെ നടന്ന് ഒരു കാഴ്ചകളും അല്ലെങ്കിൽ ഒരു വിശേഷങ്ങളും നമുക്ക് പങ്കുവയ്ക്കാനും സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് ഇരുവർക്കും പ്രത്യേക നന്ദി പറയുകയാണ്. ഭയ്യ, താങ്ക് യു. ഇവർക്ക് അത്യാവശ്യം ഹിന്ദി അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഉപകാരമായി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഗ്രാമത്തിലെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനും ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും മറ്റ് കാഴ്ചകളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1-ന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ ബൈ.